നമസ്കാരം വിനോദ് സർ. നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഭാരതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ താങ്കൾ പറഞ്ഞിരുന്നു നമ്മുടെ വിദേശകാര്യമന്ത്രിയുടെ ലണ്ടൻ സന്ദർശനം ഒരുപക്ഷെ ഉടൻ ഉണ്ടായേക്കാമെന്ന്. എന്തായാലും അദ്ദേഹം ബ്രിട്ടനിൽ പോവുകയുണ്ടായി. പക്ഷെ അവിടെ വെച്ച് ഒരു ദുരനുഭവം ഉണ്ടായത് ഈ ഖലിസ്ഥാനികൾ അദ്ദേഹത്തിന്റെ വാഹനത്തിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു, അല്ലെങ്കിൽ അതിന് ശ്രമിച്ചു എന്നുള്ളതാണ്. ഇനി അങ്ങോട്ട് ഇതിനെ തുടർന്ന് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എക്സാക്ട്ലി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും വളരെ ശക്തമായി ഇന്ത്യ അതിനെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയും ഈ നമ്മുടെ നയതന്ത്ര ഏത് രാജ്യത്തിന്റെ ആയാലും നയതന്ത്ര ഓഫീസ് എന്ന് പറയുന്ന കാര്യാലയം എന്ന് പറയുന്നത് ഇപ്പോ ഇന്ത്യയിലുള്ള ബ്രിട്ടന്റെ നയതന്ത്ര കാര്യാലയം എന്ന് പറയുന്നത് ബ്രിട്ടനാണ്. ആ കോമ്പൗണ്ടിനകത്ത് ബ്രിട്ടന്റെ റൂൾസ് ആണ് ആപ്ലിക്കബിൾ. അതുപോലെ തന്നെ ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അമേരിക്ക അല്ലെങ്കിൽ ലണ്ടനിലുള്ള ഇന്ത്യയാണ് അത്. അപ്പൊ ഇന്ത്യയുടെ പരമാധികാരമാണ് നയതന്ത്ര കാര്യാലയത്തിന്. അപ്പൊ ഇതാണ് ഇത് ലോകം മുഴുവനുള്ള ഒരു സങ്കല്പം. അതുപോലെ തന്നെയാണ് ഇന്ത്യൻ മന്ത്രിമാരും ഒഫീഷ്യൽസും. ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി ഉള്ള ആളുകളെ അവർക്ക് തോന്നിയതുപോലെ ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടില്ല. മാത്രമല്ല എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്ന വളരെ വ്യക്തമായ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു മന്ത്രിയോ പ്രധാനമന്ത്രിയോ അവിടെ ചെല്ലുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സുരക്ഷ നോക്കേണ്ടത് ആ രാജ്യത്തെ സെക്യൂരിറ്റി സർവീസിന്റെ പ്രാഥമിക കടമയാണ്. അതായത് അവിടുത്തെ മന്ത്രിമാരെ അവരെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുമോ അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിനിധികളെയും അതുപോലെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത് വളരെ വ്യക്തമായ നിയമമാണ്, നയമാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ നോക്കുകയാണെങ്കിൽ ലണ്ടന്റെ കാര്യത്തിൽ അല്ലെ UK കാര്യത്തിൽ ഇത് കൃത്യമായി നടക്കാറില്ല. ഇവർക്കൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ടെന്നുള്ള ഇതിന് പറയാൻ കാരണം ആദ്യം നമുക്ക് ഇപ്പം സംഭവിച്ചത് പറയാം. നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അവിടെ പോയി അവിടുത്തെ ചാറ്റം ഹൗസ് എന്ന് പറയുന്ന ഒരു ബിൽഡിങ്ങിൽ ഒരു ഡിസ്കഷന് വേണ്ടിയാണ് പോയത്. എന്താണ് ഇന്ത്യയുടെ ലോക നയങ്ങൾ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത് അതായത് ഇന്ത്യയും നമ്മുടെ UK തമ്മിലുള്ള ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ്, ട്രേഡ് ചർച്ചകൾ, അപ്പൊ ഇങ്ങനത്തെ ധാരാളം കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് പോയത്. അപ്പൊ അതിനിടയിൽ ചർച്ചയിൽ വന്ന ഒരു സംഭവം ആര് ചോദിച്ചു, കാശ്മീർ എങ്ങനെയുണ്ട്? അപ്പൊ കാശ്മീരിലെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇനി എങ്ങനെയാണ് നമ്മുടെ ലോകക്രമം, ഇന്ത്യ ലോകക്രമത്തിൽ എങ്ങനെയാണ് ഭാവിയിൽ പങ്കെടുക്കാൻ ഉദ്ദേശിക്കുന്നത്? ഇതൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങിയ നിമിഷമാണ് നമ്മുടെ മോട്ടോർക്കേഡ്, അതായത് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിന് നേരെ ഖാലിസ്ഥാൻ വാദികൾ പെട്ടെന്ന് പാഞ്ഞെടുക്കുകയും അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് ഇന്ത്യൻ പതാക കീറി നശിപ്പിക്കുകയും ചെയ്തു. ഇത് വളരെ ഗൗരവമായ ഒരു കാര്യമായിട്ടാണ്, ഇന്ത്യയെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നമ്മുടെ ഒരു വിദേശകാര്യ മന്ത്രിയുടെ മുന്നിൽ വെച്ച് ഇന്ത്യൻ പതാക കീറി എറിയാൻ അവിടുത്തെ സെക്യൂരിറ്റി സംവിധാനം ഈ ഖാലിസ്ഥാൻ വാദികളെ അനുവദിച്ചു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായെന്ന് പറയുന്നത് നമുക്കറിയാലോ. നമ്മുടെ നാട്ടില് നമ്മുടെ മുഖ്യമന്ത്രി പോകുമ്പോൾ ഒരു കരിങ്കൊടിയോ കറുത്ത കൊടയോ കറുത്ത ഷർട്ടോ ഇട്ടാലുള്ള ഒരു ഗതികേട് അതൊരു അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അങ്ങനെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുടെ മുന്നിൽ വെച്ച് ഇന്ത്യയുടെ പതാക കീറി എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ ഒരു കുറ്റമായിട്ടാണ് ഇന്ത്യ കാണുക. അത് ഏത് രാജ്യമായാലും അങ്ങനെ തന്നെ കാണും. അതിൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകാതെ നോക്കേണ്ടിയിരുന്നത് അവരുടെ പ്രാഥമികമായ കടമയായിരുന്നു. മാത്രമല്ല നമ്മൾക്ക് ഇതൊരു പുതിയ സംഭവമല്ല. ഖാലിസ്ഥാൻ വാദികൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നതും പുതിയ സംഭവമല്ല. 2023 മാർച്ച് 19 നമ്മുടെ നയതന്ത്ര കാര്യാലയത്തിന് ഉള്ളിലേക്ക് അവർ കുറച്ചു പേർ ഇരച്ചു കയറുകയും അതിനകത്ത് കയറിപ്പറ്റുകയും നമ്മുടെ പതാക അഴിച്ചു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു. അന്ന് തന്നെ ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചു. കാരണം അവർ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല. ഇങ്ങനെ കയറി ആക്രമിച്ചവരെ കയറാൻ ഈ നയതന്ത്ര ലക്ഷ്മിക്ക് അറിയാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലെ, നയതന്ത്ര കാര്യാലയത്തിന്റെ ഗേറ്റിന് പുറത്ത് ഉള്ള സെക്യൂരിറ്റി നോക്കേണ്ടത്, അതായത് ഗേറ്റ് വരെയുള്ള സെക്യൂരിറ്റി നോക്കേണ്ടത് അതാത് രാജ്യങ്ങളാണ്. ഗേറ്റിനകത്ത സെക്യൂരിറ്റി ഇന്ത്യൻ മാർഷൽമാരുടെയും അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെയും ഇന്ത്യൻ സെക്യൂരിറ്റി സംവിധാനങ്ങളുടെയും ജോലിയാണ്. കാര്യം അത് ഇന്ത്യക്ക് അകമാണ്, ആ മതിൽക്കെട്ടിനകം. ഇവര് ആ ഖാലിസ്ഥാൻ തീവ്രവാദികളെ നമ്മുടെ മതിൽക്കെട്ടിനകത്തോട്ട് കയറാൻ അനുവദിച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായ കുറ്റമാണ്. ഇത് സംഭവിച്ചിട്ട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല, ആരെയും അറസ്റ്റ് ചെയ്തില്ല. ഇന്ത്യ ശക്തമായി പ്രതിഷേധിച്ചു. അതിന്റെ അടുത്ത ദിവസം 19 മാർച്ച് 10, 2023 മാർച്ച് 19 സംഭവിക്കുന്നത്. 2023 മാർച്ച് 21-2 കൃത്യമായിട്ട് എനിക്കിപ്പോ ഓർമ്മയില്ല, 1-2
2000-ഓളം പേര് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയ ബ്രിട്ടനിലെ ലണ്ടനിലെ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന് ചുറ്റും കൂടുകയും വലിയ പ്രശ്നം ഉണ്ടാക്കുകയും അകത്ത് ചാടിക്കയറി പതാക വലിച്ച് കീറി അവരുടെ പതാക ഇന്ത്യൻ നയതന്ത്ര കാര്യാലയത്തിന്റെ മുറത്ത് അവരുടെ ഖാലിസ്ഥാൻ പതാക ഉയർത്തി. ഇതിന്റെയൊക്കെ വീഡിയോ ഒക്കെ നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. ഇതൊരു വലിയ പ്രശ്നമായി മാറി. ഇന്ത്യയും ബ്രിട്ടനുമായിട്ടുള്ള വലിയ ഒരു പ്രശ്നമായി മാറി. ഇന്ത്യയിലെ നയതന്ത്ര പ്രതിനിധി അവരുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആളുകളെ നമ്മൾ വിളിച്ചു വരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇതിനെതിരെ നിങ്ങൾ നടപടി എടുത്തില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞു. വളരെ രസകരമായ ഒരു കാര്യം 2 മാസത്തിന് ശേഷം ജൂണിൽ നടന്നു. അതായത് ഇതിനകത്ത് ഈ പങ്കെടുത്ത് മേളിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയ ഒരുത്തൻ അപ്രതീക്ഷിതമായിട്ട് കൊല്ലപ്പെട്ടല്ല, മരണപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ഒഫീഷ്യൽ അതാണ് വെർഷൻ. അയാൾക്ക് ഗുരുതരമായ ക്യാൻസർ രോഗം ബാധിച്ച് മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ ഖാലിസ്ഥാൻകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവരെയാളെ വിഷം കൊടുത്തു കൊന്നു എന്നാണ്. ഇതിങ്ങനെ വലിയ അപ്പൊ നമ്മുടെ അജ്ഞാതന്മാരുടെ പല പ്രകടനങ്ങളിൽ ഒന്നായിട്ട് കാണുന്ന ധാരാളം ഇന്ത്യക്കാരും വിദേശികളും ഖാലിസ്ഥാൻകാർ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അപ്പോ ഇങ്ങനെ ഒരു സാധനം സംഭവിക്കാൻ പാടില്ല. എന്താണ് നമുക്കിപ്പോ ഒരു ഇന്ത്യക്കാരന് വിദേശത്ത് പോകുമ്പോൾ എന്താണ് അവന്റെ കിട്ടുന്ന ഒരു റെസ്പെക്ട്? ഇവനെ എന്ത് ചെയ്താലും, എന്നെ ഞോണ്ടിയാലും തടവിയാലും തെറി പറഞ്ഞാലും അടിച്ചാൽ പോലും ചവിട്ടിയാൽ പോലും ഇന്ത്യ ചോദിക്കില്ല എന്ന് വന്നാൽ അതൊരു വലിയ പ്രശ്നമാണ്. നമ്മുടെ ധാരാളം പേര് വിദേശങ്ങളിലുണ്ട്. നമ്മുടെ സുരക്ഷ പ്രശ്നമാണ്. അതുകൊണ്ടാണ് എന്താണ് പലപ്പോഴും പൊതുവെയുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയെ പേടി, ഇസ്രായേലിനെ പേടി. അവരിൽ ഒരുത്തനെ തൊട്ടാൽ അവരെന്ത് വില കൊടുത്തു അവനെ രക്ഷിച്ചുകൊണ്ട് പോകും, അതിനുള്ള പണി അവർ കൊടുക്കും. ഇതിങ്ങനൊരു സങ്കല്പം പണ്ടേ ഉണ്ട്, വളരെ വളരെ പണ്ടേ ഉള്ളത് കൊണ്ടാണ് അമേരിക്കക്കാർക്കും ഇസ്രായേലുകാർക്കും ലോകത്തെല്ലായിടത്തും ഒരു ചെറിയ ഭയത്തോടു കൂടിയുള്ള ഒരു റെസ്പെക്ട് ഉള്ളത്. ഇത് നമ്മുടെ വിദേശകാര്യ മന്ത്രിയെ തൊട്ടാൽ ഒരു പ്രശ്നവും ഇല്ല എന്നാണ് അവർ കരുതുന്നതെങ്കിൽ അത് ഇന്ത്യക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. ഇന്ത്യയിലെ വിദേശത്തുള്ള എല്ലാവർക്കും അതൊരു വലിയ സുരക്ഷാ പ്രശ്നമാണ്. അപ്പൊ ആ കാലം കഴിഞ്ഞു. നമ്മുടെ മോദിയുടെ ഭരണത്തിൽ വന്നതിന് ശേഷം പണ്ട് AK ആന്റണി നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്തും മൻമോഹൻ സിംഗ് ഒന്നും മിണ്ടാത്ത മൗനി സിംഗ് പലതും നടന്നിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇന്ന് ഇന്ത്യക്കാരെ പുറത്ത് തൊട്ടാൽ വിവരം അറിയാം. അപ്പൊ നമ്മുടെ വിദേശകാര്യ മന്ത്രിയാണ് അവർ തൊടാൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തെ ആക്രമിച്ചിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയേ. അദ്ദേഹത്തിന്റെ അടുത്ത് എത്തിയില്ല, അവരൊക്കെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നു. പക്ഷെ ഇങ്ങനെ സംഭവം ഉണ്ടായി, മുൻകരുതലുകൾ എടുത്തില്ല. ഇത് മുന്നിൽ കാണണമായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ അവിടെ ചെല്ലുന്നത് വളരെ വ്യക്തമായ ചില സങ്കല്പങ്ങളോടുകൂടിയാണ്. നമ്മുടെ നയം വ്യക്തമാക്കാനാണ്. ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആയിരുന്നു. ഏത് രാജ്യങ്ങൾ തമ്മിലും സംഘർഷം വാക്കുകൊണ്ട് പോലും ഉണ്ടായാൽ ആദ്യം ബാധിക്കുക ട്രേഡിനെയാണ്. അപ്പൊ ആദ്യത്തെ ഇപ്പൊ നമ്മൾ തന്നെ കണ്ടില്ലേ, ചൈനയും അമേരിക്കയായിട്ടുള്ള പ്രശ്നത്തിനകത്ത് ആദ്യം ബാധിക്കുക വ്യാപാരത്തെയാണ്. അപ്പൊ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി അവിടെ പോകുന്നു, നമ്മുടെ ഇമേജിനെ പറ്റി, നമ്മുടെ സങ്കല്പങ്ങളെ പറ്റി പറയാൻ പോകുന്നു. അവിടെ വെച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയെ ആക്രമിക്കുക, അദ്ദേഹത്തിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ പതാക കീറുക എന്നൊക്കെ പറയുമ്പോൾ പഴയ കൊളോണിയൽ തന്ത്രമാണോ അവർ കളിക്കുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല ഇവർക്കൊരു ഡബിൾ സ്റ്റാൻഡേർഡ് ഉണ്ട്. അവർക്ക് താല്പര്യമില്ലാത്ത തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നതും അവർക്ക് താല്പര്യമുള്ള തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നതും വ്യത്യസ്തമാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇസ്ലാമിക തീവ്രവാദികളൊക്കെ അവർ കൈകാര്യം ചെയ്യുന്ന രീതി പോലെ അല്ല അവർ ഖാലിസ്ഥാൻ തീവ്രവാദികളെ കൈകാര്യം ചെയ്യുന്നത്. കാനഡയിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇപ്പോ ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ ഒരു വളരെ പ്രഭാവ കേന്ദ്രവും അവരുടെ താല്പര്യമുള്ള കേന്ദ്രവുമായി മാറി ലണ്ടൻ അല്ലെങ്കിൽ UK. അത് സർക്കാർ വളം വെച്ചു കൊടുക്കാതെ അത് ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. മാത്രമല്ല ഇന്ത്യയിൽ എപ്പോഴൊക്കെ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ ശക്തമായ നടപടികൾ എടുത്തു കഴിഞ്ഞോ അപ്പോഴൊക്കെ അവിടെ പ്രശ്നം ഉണ്ടാക്കും. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി അവിടെ ചെല്ലുമെന്നറിയാമായിരുന്നു. അദ്ദേഹം എന്തായിരുന്നു പറയാമായിരുന്നു. ഇന്ത്യയുടെ ശബ്ദം സംസാരിച്ച് പുറത്തിറങ്ങുമ്പോഴാണ് അദ്ദേഹത്തിനെതിരെ ആക്രമണം. അപ്പൊ ഇതിനകത്ത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.